നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും പൂർവികരുടെയും നമുക്കറിയാവുന്ന പാപങ്ങൾക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കണം. അപ്പൊ അമ്മയുടെ ശാപം കിട്ടിയ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അതായത് അമ്മ ശപിച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ അദ്ദേഹം അന്ന് അത് തിരിച്ചറിഞ്ഞില്ല. അന്ന് അദ്ദേഹം അമ്മയോട് ചെയ്യുന്ന ക്രൂരത ഒരു നല്ല കാര്യമാണെന്ന് കരുതി ജീവിച്ച ആളാണ്. എന്നാൽ കാലാന്തരത്തിൽ അദ്ദേഹത്തിന് അമ്മയോട് ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ അനുദപിക്കുകയും ചെയ്തപ്പോഴേക്കും അമ്മ ഇല്ലാണ്ടായി. അപ്പൊ അദ്ദേഹം ചെയ്തൊരു കാര്യം ഇതാണ്: അമ്മയുടെ കല്ലറയിൽ പോയി മുട്ടയിൽ നിന്ന് ആ കല്ലറയുടെ മുമ്പിൽ ഇങ്ങനെ തല വെച്ച് കരഞ്ഞ് അയാൾ അമ്മയോട് മാപ്പ് ചോദിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാല് നമ്മള് മാതാപിതാക്കന്മാര് മരിച്ചുപോയി, അപ്പൊ അതുകൊണ്ട് നമുക്ക് മരിച്ചുപോയി കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവരോട് നേരിട്ട് പോയി ചോദിക്കാനൊന്നും പറ്റത്തില്ല, കുമ്പസാരിക്കണം. പ്ലസ് അദ്ദേഹം അമ്മയോട് മാപ്പ് ചോദിക്കുന്ന സൂചനയായിട്ട് കല്ലറയിൽ പോയി മാപ്പ് ചോദിക്കുമായിരുന്നു. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടാതെ മാതാപിതാക്കന്മാര് മരിച്ചുപോയി, നിങ്ങൾ ചെയ്യണം, എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം, പള്ളിയിൽ പോകണം, അവരെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോകണം, അവിടെ ചെന്ന് അമ്മയോട് പറയണം. അല്ലെങ്കിൽ അവിടെ നമുക്ക് മോർട്ടൽ റിമൈൻസ് അവിടെയാണല്ലോ ഉള്ളത്, വീട്ടിലിരുന്ന് പറഞ്ഞാലും. പക്ഷേ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും പൂർവിക